ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. റീൽസ് വിത്ത് വീൽസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ യാത്രാ വിവരണമാണിത്. തിരുവനന്തപുരത്ത് നിന്നും നാഗ്പൂരിലെ യാത്രയ്ക്കിടയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. 1.5 ടൺ ബാഗാണ്, ഫോർക്ക് ലിഫ്റ്റിലാണ് അത് വണ്ടിയിലേക്ക് കയറ്റുന്നത്. 500 കിലോ അതാണ് അതിൻ്റെ വെയിറ്റ്. അങ്ങനെ നമ്മുടെ സെൽവൻ ചേട്ടനാണ് ഈ ലോഡെല്ലാം കറക്റ്റായിട്ട് ലെവലായിട്ട് അടുക്കി വെക്കുന്നത്. സെൽവൻ ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പാലക്കാടുകാരനാണ്. നല്ലൊരു ഡ്രൈവർ മാത്രമല്ല, നല്ലൊരു കുക്കും കൂടിയാണ്. നമുക്ക് യാത്ര പോകുന്ന വഴിക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി തരുന്നതും എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നതും നമ്മുടെ ഈ സെൽവൻ ചേട്ടനാണ്. കിട്ടിയ സമയം കൊണ്ട് ഒരു തക്കാളി ചോറ് ഉണ്ടാക്കി തന്നു സെൽവൻ ചേട്ടൻ. അതായത് സോയാബീനൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ബില്ല് വരാൻ അല്പം വൈകി. ബില്ല് രാത്രിയിലാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. രാത്രിയിൽ തിരുവനന്തപുരത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മഴയില്ലായിരുന്നു. അങ്ങനെ റോഡെല്ലാം നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നു. അങ്ങനെ ഞങ്ങളിങ്ങി പോന്നു. അങ്ങനെ ഓടി നമ്മുടെ കുതിരാൻ എത്തി. എല്ലാവർക്കും അറിയാം, നമ്മുടെ തൃശ്ശൂരെ കുതിരാൻ എല്ലാവരുടെയും ഇഷ്ട സ്ഥലമാണ് കുതിരാൻ. അങ്ങനെ അവിടെ എല്ലാം കടന്ന് നമ്മൾ തമിഴ്നാടെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് തൊപ്പൂർ എന്നാണ്. തൊപ്പൂർ അറിയാത്തവരായിട്ട് ആൾക്കാരും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റും നടക്കുന്നൊരു സ്ഥലമാണ് തൊപ്പൂർ എന്ന് പറയുന്നത്. ഒരു 4 മാസം മുമ്പ് ഒരു ലോറി ബ്രേക്കില്ലാതെ ഇറങ്ങി വന്ന് വേറൊരു ലോറിക്കിട്ടും 2 കാറിനിട്ടൊക്കെ ഇടിച്ച് ഒരു ലോറി ഈ പാലത്തിനകത്ത് താഴെ പോയി തീയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. അതാണ് ഈ സ്ഥലം. ഇവിടെ നമ്മൾ കയറി പോകുമ്പോൾ ഒരുപാട് കൊച്ചുവണ്ടിക്കാർ നമ്മുടെ ഇടത്തൂടെയൊക്കെ കയറി പോവും. അങ്ങനെ കർണാടകയിലെത്തിയപ്പോൾ മാലൂർ RTO പിടിച്ചു. 200 രൂപ ഫൈൻ അടിച്ചു. വരുന്ന വണ്ടികളെല്ലാം കൈ കാണിച്ച് നിർത്തും. ക്യാൻ ഇരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല RTO. അങ്ങനെ നമ്മൾ നേരെ ഹൈദരാബാദ് എത്തി. ഹൈദരാബാദ് റിംഗ് റോഡ് അതിൻ്റെ എൻട്രിയാണിത് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലോട്ട് കയറുന്നത്. അങ്ങനെ നമ്മൾ എക്സ്പ്രസ് ഹൈവേ കയറി. വളരെ മനോഹരമായ രീതിയിലാണ് എക്സ്പ്രസ് ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത്. നടുക്കായിട്ട് ഇതുപോലെ പനിയും, അത് കാണുമ്പം തന്നെ നല്ല ഒരു വിദേശ രാജ്യം എന്തൊക്കെ പോലെ തോന്നിപ്പോവും. നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളും. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് ദുബായ് പോലെയൊക്കെ ആയല്ലോ, നമ്മുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ എക്സ്പ്രസ് ഹൈവേ കൂടെ കയറി ഇറങ്ങി. അങ്ങനെ രാത്രിയോട് കൂടി നമ്മൾ നാഗ്പൂരിലേക്ക് എത്തി. അവിടെ വന്നപ്പോൾ ലോഡ് ഇറക്കാൻ 2 ദിവസം എടുക്കും. നമ്മുടെ സെൽവൻ ചേട്ടൻ കോഴിയൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി. കോഴിക്കറിയും ചോറും കൂടെ വെക്കാനെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചാറ്റമഴയൊക്കെ നനഞ്ഞ്, അതുമല്ല നല്ല തണുപ്പുമാണ് ഇവിടെ. അങ്ങനെ പനിയും പിടിച്ച് ഒരു മൂലയ്ക്കായി. അങ്ങനെ 4 ദിവസം ഹാൾട്ടിങ് കിടന്നെങ്കിലും 4-ാം ദിവസം വണ്ടി ഇറക്കാനെ കൊണ്ട് കമ്പനിയിൽ വന്നിരിക്കുകയാണ്. ഇതാണ് സിയറ്റ കമ്പനി, ടയർ കമ്പനിയുടെ നമ്മുടെ ലോഡിംഗ് പോയിൻ്റ്. ഗൈസ്, നമ്മൾ 4-ാം പക്കം നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ലോഡിംഗ് പോയിൻ്റ്, അൺലോഡിങ് പോയിൻ്റ്. ഈ മെഷീനിലാണ് നമ്മൾ ലോഡ് അൺലോഡിങ് ചെയ്യുന്നത്. ഇപ്പം നേരം വെളുക്കും. ഇന്നിപ്പോൾ നേരത്തെ കയറി കൊണ്ട് എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും രാത്രിയാവും ലോഡ് ഇറങ്ങി തീരുമ്പം. നമുക്ക് 42 ബാഗേ ഉള്ളൂ. സെൽവൻ ചേട്ടൻ്റെ പവർ കാണിച്ചിരിക്കുകയാണ്. സെൽവൻ ചേട്ടൻ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് ഇറക്കാമെന്ന് പറയും. 1.5 ടൺ ബാഗ് വെച്ച് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ ഇറക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇപ്പം ഒരുപാട് റോ മെറ്റീരിയൽസ് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണാം, പിന്നെ ബൈക്കിൻ്റെ ടയറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ സൈഡിൽ കാണാം. നമ്മൾ ഇവിടെ നോക്കിയാലും കുറേ ബൈക്കിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാം. പുതിയ ടയറാണ്. കമ്പനിയുടെ പുത്തൻ ടയറുകളാണ് ഇരിക്കുന്നത്. ബൈക്ക്, സ്കൂട്ടി അങ്ങനെയുള്ള പിന്നെ വാഹനത്തിൻ്റെ എല്ലാം ടയറുകൾ ഇരിക്കുന്നു. ഇതൊക്കെ ഇപ്പം അടുത്ത ഷിഫ്റ്റിലെ ഏതെങ്കിലും വണ്ടി കയറി പോകാനുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് വരാനുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫോർക്ക് ലിഫ്റ്റാണ്. നമുക്ക് അതുകൊണ്ട് കാണുന്ന ഫോർക്ക് ലിഫ്റ്റിലാണ് നമ്മുടെ സാധനങ്ങളെല്ലാം അൺലോഡ് ചെയ്യുന്നത്.
ഇപ്പം ഉടനെ തന്നെ ആളുകൾ വരും. ഇപ്പം നമുക്കിപ്പം അല്ലോണം ഇപ്പം സമയം 9 മണിയായി. അവർ വണ്ടി കയറ്റി ഇടാൻ പറയുന്നിട്ടുണ്ട്. ചോദിച്ചിട്ട് വരാം എത്ര മണിയാകുമ്പോഴത്തേനും ഇറക്കി കിട്ടും. നേരം വിളക്കും ഇറക്കും. ആ ലോഡ് ഇറക്കാനായിട്ട് 2 ആൾ വന്നിട്ടുണ്ട്. भाई आपका नाम क्या है? दीपक. चैनल है दीपक. आपका नाम क्या है? सूरज. ठीक है. അങ്ങനെ നമ്മുടെ ബാഗ് അൺലോഡായിക്കൊണ്ടിരിക്കുന്ന ഗൈസ്. ദീപക് കേട്ടനും സൂര്യ കേട്ടനുള്ള നമ്മുടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലോഡ് ഇറക്കി തീരാറായി. 5 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളങ്ങനെ നാഗ്പൂർ ലോഡിറക്കി അവിടെ നിന്നെല്ലാം തിരിച്ചു പോരുകയാണ്.